അപ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചോളം 3 ദിവസക്കാലം നിങ്ങളുടെ ഒരു ഭൗതികമായിട്ടുള്ള ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു 3 ദിവസങ്ങളാണ് ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. ഇന്ന് 2 ഷോയാണ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടൊന്നുമില്ല, ഒരു ജസ്റ്റ് നമ്മുടെ PTA പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ, നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി എല്ലാവരും 2 വാക്ക് പറഞ്ഞ് നമ്മുടെ ഈ ഷോ ആരംഭിക്കാൻ. Respected principal, teachers and my dear friends, today's assembly conducted by 5th standard. Get ready for prayer. Thanks to Allah for the moon and the stars, raising your day full what is and what was. Take all of your iman, not giving to shaitan. Oh, you who give it, please give thanks to Allah. Allah is the food, Allah is the deed, Allah is the Hibbul Muhsinin. He is the creator, He is the sustainer, and He is the one who's the power over all. Give thanks to Allah, give thanks to Allah, give thanks to Allah. അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ കൊടുക്കുന്നു. ഇന്നത്തെ ഈ ഷോ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ ചെയർമാൻ ദിവാദ് സാറിനെ ക്ഷണിച്ചു. ഔപചാരികതയില്ലാതെ വർത്തമാനം പറയില്ല. നിങ്ങളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഒന്ന് പുതിയ കാലത്തേക്ക് കൊണ്ടുവരലാണ്. നമ്മുടെ ഇന്ന് കാണുന്ന ശാസ്ത്ര സാങ്കേതിക കൗതുകങ്ങളെ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ആസ്വദിക്കുക, നാളെ ടെലിവിഷൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് പര്യാപ്തമായൊരു അന്തരീക്ഷം സ്കൂൾ സജ്ജമാക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ടീച്ചേഴ്സും നിങ്ങളൊക്കെയായി ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തിൽ നാം കൈവരിച്ച, നാം എന്ന് പറയുന്നത് നമ്മുടെ ലോകം, നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, അങ്ങനെ നാം കൈവരിച്ച ഒരു സാങ്കേതിക വിദ്യയെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതിന് എക്സ്പെർട്ടൊക്കെ വന്നിട്ടുണ്ട്. അവർ അത് നിങ്ങളോട് ഭാഷത്തരും, നിങ്ങളത് വിനിമയം ചെയ്യും, നിങ്ങൾ മനസ്സിലാക്കും. എല്ലാ നിലയ്ക്കും ഈ ദൗത്യത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും ഒരു പ്രത്യേക നിലയിൽ ആശംസ അർപ്പിക്കുകയാണ്. ഈ ദൗത്യത്തിന് ഔപചാരികത ഇല്ലെങ്കിലും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. എല്ലാവരുടെയും അനുഭവങ്ങളോട് എല്ലാം നന്നായിരിക്കട്ടെ എന്ന് അധികം കൂടെ ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവാനം. നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി അഷ്റഫ് സാറിനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നു. ഞാൻ പറഞ്ഞ പരിപാടിക്ക് എല്ലാവരും ആശംസിക്കുന്നു. 2 പ്രോഗ്രാംസാണ് ഇന്ന് നമുക്കിവിടെ നടക്കുന്നത്. അതിൽ ഒന്നാമത്തത് ലൈവ് റോബോട്ടിക് ഷോയാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് നോട്ടീസിലും, അതുപോലെ തന്നെ മറ്റ് മാർഗങ്ങളിൽ കൂടി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നിങ്ങളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് LKG ക്ലാസ് മുതൽ കുട്ടികൾ മുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച്, ഇന്നത്തെ ഷോയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി നമ്മുടെ ലൈവ് റോബോട്ടിക് ഷോയിൻ്റെ ഡയറക്ടറായിട്ട് എത്തിയിട്ടുള്ള അരുൺദാസ് സാറിനെ ക്ഷണിച്ചു കൊടുക്കും. Hi, good morning. Good morning. ഓക്കെ, എൻ്റെ പേര് വിഷ്ണു. ഞാൻ ടെക്കോസ റോബോട്ടിക്സ് കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആരുടെയൊക്കെ വീട്ടിൽ പട്ടിയുണ്ട്? ഒരാളുടെ വീട്ടിലേ ഉള്ളൂ, ഒരാളുടെ വീട്ടിലേ ഉള്ളൂ. ഓക്കെ, ആർക്കൊക്കെ പട്ടി ഇഷ്ടമാണ്? ഓക്കെ ഓക്കെ, പട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെ ആയിരിക്കും അത് ബിഹേവ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലായിരിക്കും. അത് ഒരു റോബോട്ടാണ് അതിനെ പട്ടിയെ പോലെ ബിഹേവ് ചെയ്യുന്നെങ്കിൽ എങ്ങനെയിരിക്കും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ? ഓക്കെ, നമുക്കവിടെ കാണാവുന്നതാണ് കേട്ടോ. ഇതെന്തുകൊണ്ടെന്നാണ് നമ്മുടെ ഈ ലോകം വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയൊരു രീതിയിലേക്കാണ്. എങ്ങനെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മെക്കനൈസ് ചെയ്യാം
നമ്മുടെ വീട്ടിലുള്ള പട്ടി ബിഹേവ് ചെയ്യുന്നത്, അത് ഒരു മെഷീൻ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് കാണുന്നതാണ് നമ്മളിപ്പം പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് ചിന്തിക്കുന്നത്, നമ്മുടെ കുട്ടികൾ ഈ വരും തലമുറയിൽ ചിന്തിക്കുന്നത്, നമ്മൾ ഹ്യൂമൻ എഫേർട്ട് ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എങ്ങനെ മെഷീനെ കൊണ്ട് ചെയ്യിക്കാം, അതുവഴി ടൈം, മണി, നമ്മുടെ എനർജി ഇതൊക്കെ എങ്ങനെ സേവ് ചെയ്യാം എന്നാണ് ആൾക്കാർ ഈ വരും ജനറേഷൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളും വരും തലമുറയായ ഫ്യൂച്ചറിസ്റ്റ് ചിന്താഗതിയുള്ള നിങ്ങളും ആലോചിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അതേ രീതിയിലായിരിക്കണം. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഓൾ. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ വൈൽഡേഴ്സ് സ്പേസിൻ്റെ ഭാഗമായിട്ടുള്ള പ്ലാനറ്റോൺ ഷോയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് മിസ്റ്ററി ഡോസിൻ്റെ ഡയറക്ടറായിട്ടുള്ള അരുൺദാസ് സാറിനെ ക്ഷണിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത് മിസ്റ്ററി ഡോംസ് എന്ന് പറയുന്നൊരു കമ്പനിയിൽ നിന്നാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് കുട്ടികളായാലും മുതിർന്നവരായാലും കൂടുതൽ അറിവ് കാണത്തില്ല. അതിനെക്കുറിച്ചൊരു നല്ലൊരു അറിവ് തരാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതിൽ രാത്രിയിലൊക്കെ വീടിൻ്റെ വെളിയിൽ ഇറങ്ങി ആകാശത്ത് നോക്കുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റും? സ്റ്റാർ, മൂണ് കാണാൻ പറ്റും അല്ലേ? അതൊക്കെ ഞങ്ങൾ ദൂരെയല്ലേ കാണുന്നത്? അതൊക്കെ നമുക്കൊന്ന് അടുത്ത് കണ്ട് ആസ്വദിച്ചാലോ? എല്ലാവർക്കും ഇഷ്ടമാണോ സ്പേസിലേക്ക് പഠിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? അതിന് നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അത്രയേ ഉള്ളൂ സംഭവം. ബാക്കി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അത് കണ്ടു തന്നെ നിങ്ങൾ അറിയണം. ഓക്കെ ഓക്കെ, നമുക്ക് കണ്ട് ആസ്വദിക്കാം. നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ജില്ലാതലത്തിൽ HNC ആൻഡ് ഫെഡറൽ ബാങ്ക് സംഘടിപ്പിച്ച ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത കുട്ടികളുണ്ട്. രണ്ട് കൊച്ചു കുട്ടികളാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഫർഹാനും അമാൻ അഹമ്മദും. അപ്പോൾ അവർ രണ്ട് വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളതാണ്. അവർക്ക് സമ്മാനമൊന്നും നേടാൻ പറ്റിയില്ല, ഫസ്റ്റ് സെക്കൻഡ് ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും അവിടെ നല്ലവണ്ണം പെർഫോം ചെയ്തു. നമ്മുടെ സ്കൂളിൻ്റെ പേര് കൊല്ലം ജില്ലയിൽ കേൾപ്പിക്കുന്നതിന് വേണ്ടി മാക്സിമം ശ്രമം നമ്മുടെ ഈ രണ്ട് കൊച്ചുമക്കളും ചെയ്യുകയുണ്ടായി. അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലയിൽ നമ്മുടെ സ്കൂളിൻ്റെ വകയായിട്ടുള്ള ഒരു ചെറിയ ക്യാഷ് അവാർഡ് അവർക്ക് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് മുഹമ്മദ് ഫർഹാൻ ക്യാഷ് അവാർഡ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനായ ചെയർമാനെ ക്ഷണിച്ചു. അതെ, അമാന് ക്യാഷ് അവാർഡ് അപ്പോഴത്തെ അടുത്ത നമ്മുടെ ഈ പരിപാടി വായിക്കുക.
7 moons. I'm Uranus. Uranus. I am made of gas. I'm Neptune. Neptune. To